വെൽക്കം ടു ബയോഡോട്ട്. സോ നമ്മൾ ഇന്ന് നോക്കുന്നത് എന്താണ്? oogenesis ആണ് അല്ലെ? oogenesis എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് ഗമേറ്റ്സുകളുടെ ഫോർമേഷന് ഗമീറ്റോജെനസിസ് എന്ന് പറഞ്ഞു. ഫീമെയിൽ ഗമേറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇറ്റ് ഇസ് കോൾഡ് ആസ് oogenesis. ഓക്കെ, oogenesis. That genesis means formation. oogenesis means എന്താണ്? formation of ഫീമെയിൽ ഗമേറ്റ്. ഓക്കെ, അപ്പോ ഇവിടെ സ്പെർമാറ്റോജെനസിസിനെ വെച്ച് നോക്കുമ്പോൾ oogenesisന് കുറച്ച് ഡിഫറൻസുകൾ ഉണ്ട്. എന്തായിരിക്കും ആ ഡിഫറൻസ്? സ്പെർമാറ്റോജെനസിസ് പ്യൂബർട്ടിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ oogenesis എന്ന് പറഞ്ഞ ഒരു ഇവന്റ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പെൺകുട്ടി അതിന്റെ ഒരു ഇൻഫന്റ് സ്റ്റേജിൽ അതിന്റെ മദറിലോ വോമിൽ ഇരിക്കുന്ന ടൈമിൽ തന്നെ അതിന്റെ ആ ഇൻഫന്റിന്റെ ഫീറ്റൽ ഓവറിയിൽ oogenesis സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് സ്പെർമാറ്റോജെനസിസിൽ നിന്ന് oogenesisനെ ഡിഫറെന്റ് ആക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കൂ. ഇതാണ് അതിന്റെ നമ്മളെന്ത് പറയും? ഫീറ്റൽ ലൈഫ്. ഓക്കെ, അപ്പൊ ഫീറ്റൽ ലൈഫിൽ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നാ പറഞ്ഞത്? നമ്മള് സ്പെർമാറ്റോജെനസിസിൽ ഇമ്മച്വർ മെയിൽ ജേം സെൽസുകൾ എന്താ പറഞ്ഞിരുന്നത്? ഇറ്റ് ഇസ് കോൾഡ് ആസ് സ്പെർമാറ്റോഗോണിയ അല്ലെ? അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഇവിടുത്തെ ആ മദർ ഗമേറ്റ് സെൽസുകളിലെ നമ്മൾ എന്ത് പറയും? എന്താ പറയാ? ഇറ്റ് ഇസ് കോൾഡ് ആസ് ഉഗോണിയ. ഓക്കെ, ഉഗോണികൾ എന്ത് ചെയ്യും? ഇതേപോലെ തന്നെ മൈറ്റോസിസ് നടന്ന് അതിന്റെ എണ്ണം ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു ഡിഫറൻസ് ഉണ്ട് സ്പെർമാറ്റോജെനസിസ് വെച്ച് നോക്കുമ്പോൾ. ഈ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നോ മോർ ഉഗോണിയ ഇസ് ഫർദർ ആഡഡ്. പിന്നെ അവിടെ മൈറ്റോസിസ് ഇവന്റ് ഉഗോണിയ ഉണ്ടാവാനായിട്ട് നടക്കുന്നില്ല. ഓക്കെ, അപ്പോഴേക്കും അത് പ്രൈമറി oocyte ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഡിഫറൻസ്. അപ്പൊ ഇവരെ എണ്ണം കൂട്ടി ഫീച്ചർ ലൈഫിൽ ഇവരെ എണ്ണം കൂട്ടി പ്രൈമറി oocyte ആയിട്ട് മാറി. ഓക്കെ, ഈ പ്രൈമറി oocyte പിന്നീട് അറസ്റ്റ് ആവുന്നുണ്ട്. അതിന്റെ മിയോട്ടിക് ഡിവിഷൻ അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ മിയോസിസിൽ തന്നെ അതിന്റെ ഫസ്റ്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്നതാണ് ആ കണ്ടൻസേഷൻ ഓഫ് ക്രോമസോം ഒക്കെ നടക്കുന്ന ആ ഇവന്റിലെ പ്രൊഫേസ് 1. അത് ആ പ്രൊഫേസ് 1 എത്തുമ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഫേസ് 1 അവിടെ അറസ്റ്റ് ചെയ്ത് കിടക്കുകയാണ്. അറസ്റ്റഡ് ആയിട്ട് കിടക്കുകയാണ്. മിയോസിസ് 1 ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തു. ബട്ട് ഈ ഒരു സ്റ്റേജിൽ എന്തായി? അത് അറസ്റ്റഡ് ആയിട്ട് കിടക്കുകയാണ്. എന്നിട്ട് എന്താ? പിന്നെ അവര് അവിടെ പിന്നെ ആ ഒരു പ്രൈമറി oocyte ആയിട്ടാണ് അത് നിൽക്കുന്നത് കുട്ടി ജനിച്ചു കഴിയുമ്പോൾ. ഓക്കെ, അപ്പൊ എന്താണ്? ബർത്ത് തുടങ്ങി, ഇവിടെ ബർത്ത് നടക്കുന്നു, കുട്ടിയുടെ ചൈൽഡ്ഹുഡ് നടക്കുന്നു, ചൈൽഡ്ഹുഡ് പോകുന്നു, പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്നു. നമ്മളിപ്പം പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഓൾമോസ്റ്റ് ഒരു എത്രയായിരിക്കും? ഒരു 8 to 13 years ഏജിലായിരിക്കും പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്നത് അല്ലെ? അപ്പൊ ആ ഒരു ടൈമിലാവുമ്പോഴാണ് ഇതിനെന്ത് വരുന്നുണ്ട്? അവർ പറയാണ് ഈ പ്രൈമറി oocyteകൾ ചുറ്റും ഇത് കഴിഞ്ഞ ഇതിന്റെ ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പ്രൈമറി oocyte ഇങ്ങനെ നിൽക്കും ഇല്ല. പ്രൈമറി oocyteന് ചുറ്റും ഇപ്പൊ ഇത് പ്രൈമറി oocyte ആണെങ്കിൽ ആ പ്രൈമറി oocyte ആണ് ബർത്തിന്റെ ടൈമിൽ ഉണ്ടാവുന്നത്. ഉഗോണിയ നോ മോർ ആഡഡ് ഓർ ഫോംഡ് അല്ലെ? കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഉഗോണിയ ഉണ്ടാവുന്നില്ല. അപ്പൊ ഉഗോണിയ ആ കുട്ടിയുടെ ഇൻഫന്റ് സ്റ്റേജിൽ ഫീറ്റൽ ലൈഫിൽ അതിന്റെ ഓവറിയിൽ വെച്ചിട്ട് തന്നെ അതിന്റെ എണ്ണങ്ങൾ കൂട്ടി അത് പ്രൈമറി oocyte ആയി. പ്രൈമറി oocyte മിയോസിസ് 1 സ്റ്റാർട്ട് ചെയ്തു. എന്തിനാ മിയോസിസ് 1 സ്റ്റാർട്ട് ചെയ്യുന്നത്? കാരണം എന്താ? ഇവിടെ ഡിപ്ലോയിഡ് സ്റ്റേജ് ആണ് അല്ലെ? ഓക്കെ, അപ്പൊ ഇവിടെയും ഡിപ്ലോയിഡ് സ്റ്റേജ് ആണ്. പ്രൈമറി oocyte എന്ന് പറയുന്നത് 46 ക്രോമസോം ആണ്. ഗമേറ്റ് ഉണ്ടാക്കണമെങ്കിൽ 23 ക്രോമസോംസ് ആണ് വേണ്ടത്. അപ്പൊ റിഡക്ഷൻ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യണം. അവർ സ്റ്റാർട്ട് ചെയ്തു, മിയോസിസ് 1 സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ പ്രൊഫേസ് 1 വെച്ചിട്ട് എന്തായിട്ടുണ്ട്? പ്രൊഫേസ് 1 സ്റ്റേജിൽ വെച്ചിട്ട് അത് അറസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അറസ്റ്റഡ് ആയി. അത് കഴിഞ്ഞ് എന്താണ് നമ്മൾ പറയാണ്? ഈ പ്യൂബർട്ടി എത്തില്ലേ? ബർത്ത് തുടങ്ങി പ്യൂബർട്ടി എത്തുമ്പോഴേക്കും ഒരു ഓൾമോസ്റ്റ് എത്ര പ്രൈമറി ഫോളിക്കുകൾ ബാക്കി ഉണ്ടാവും എന്ന് അറിയും? വേറെ ഒന്നുമില്ല, ഈ പ്രൈമറി oocyte ചുറ്റും പിന്നീട് എന്ത് വരുന്നുണ്ടെന്നാ പറയുന്നത്? ഒരു ലെയർ ഓഫ് ഫോളിക്കിൾസ് വരുന്നുണ്ട്. ഫോളിക്കിൾസ് ദാറ്റ് ഈസ് കോൾഡ് ആസ് പ്രൈമറി ഒരു ഗ്രാനുലോസ സെൽസുകളാണ്. ഒരു ഗ്രാനുലോസ സെൽസിന്റെ കോട്ടിംഗ് വരുന്നുണ്ട്. അതിന് നമ്മൾ എന്ത് പറയും? പ്രൈമറി ഫോളിക്കിൾ എന്ന് പറയും. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള എന്താണ്? ദാറ്റ് ഈസ് പ്രൈമറി oocyte. അപ്പൊ പ്രൈമറി oocyte അതിന് ചുറ്റും കുറച്ച് ഗ്രാനുലോസ സെൽസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? പ്രൈമറി ഫോളിക്കിൾ. ഓക്കെ, അപ്പൊ പറയാണ് ഈ പ്രൈമറി ഫോളിക്കിൾ ബർത്ത് കഴിഞ്ഞ് ചൈൽഡ്ഹുഡ് കഴിഞ്ഞ് പ്യൂബർട്ടിക്ക് എത്തില്ലേ? ആ പ്യൂബർട്ടി എത്തുന്ന സമയത്ത് ഈ പ്രൈമറി oocyte എന്താണ്? അറസ്റ്റഡ് സ്റ്റേജ് നടക്കുകയാണ്. മിയോസിസ് ഡിവിഷൻ 1 അത് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ പ്രൊഫേസ് 1 അറസ്റ്റഡ് ആയി കിടക്കുകയാണ്. പക്ഷെ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ അതിന് ചുറ്റും കുറച്ച് ഫോളിക്കിൾസ് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ പ്യൂബർട്ടി എത്തുന്ന ടൈം ആകുമ്പോൾ ഈ പ്രൈമറി ഫോളിക്കിൾ ബാക്കി ഉണ്ടാവുന്നത് 60,000 തുടങ്ങി എത്രയാണ്? 80,000. ഈ ഒരു റേഞ്ചിലായിരിക്കും ഫോളിക്കിൾ ബാക്കി ഓരോ ഫീച്ചർ ഓവറിലും ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? ഇത് കഴിഞ്ഞ് പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്ന സമയത്താണ് നമുക്കറിയാം ഈ ഫോളിക്കിൾസിനെ ഡെവലപ്പ് ചെയ്യണം അല്ലെ? ഇനി നമ്മുടെ മെച്യൂർ ആയിട്ടുള്ള ഗ്രാഫിയൻ ഫോളിക്കിൾ ഇടണം. ഗ്രാഫിയൻ ഫോളിക്കിൾ വന്നാലല്ലേ നമ്മുടെ ഓവലേഷൻ ആ ഒരു ഇനിഷ്യേഷനിൽ ആ സെക്കൻഡറി oocyte പുറത്തേക്ക് വിടാൻ പറ്റുള്ളൂ അല്ലെ?
അപ്പൊ എന്താണ് ഇനി അവര് കാര്യങ്ങൾ ഇങ്ങനെ സ്ലോ ആയാൽ പോരാ, കുറച്ചും കൂടി സ്പീഡപ്പ് ആക്കണം കാര്യങ്ങളൊക്കെ. അപ്പൊ എന്താണ് ഇതാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പൊ നമ്മള് അന്ന് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിച്ചപ്പോൾ നമ്മൾ അതിന്റെ ഒരു 2 ലൈക്ക് സ്ട്രക്ചർ ആയിട്ടുള്ള ഫെലോപ്പിയൻ ട്യൂബ് കണ്ടു അല്ലെ. ആ ഒരു ഭാഗത്തായിട്ട് പെൽവിക് വാളിനോടും യൂട്രസിന്റെ ഭാഗത്തോട് അറ്റാച്ച് ആയിട്ടുള്ള 2 ഓവറുകൾ കണ്ടു. അതിന്റെ ഒരു ഓവറിനെയാണ് ഇപ്പൊ ഞാനിവിടെ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. നോക്കിയേ, നമ്മൾ പറഞ്ഞു ഈ ബർത്തിന്റെ ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് എന്താവുന്നുണ്ട്, ഈ പ്രൈമറി ഊസൈറ്റിന് ചുറ്റും എന്ത് വരുന്നുണ്ട്, ഗ്രാനുലോസ സെൽസുകൾ കൂടിയിട്ട് ഇതെന്ത് ഫോം ചെയ്തു, ഇത് പ്രൈമറി ഫോളിക്കിൾ ആണ്. ഇതെന്താണ്, പ്രൈമറി ഫോളിക്കിൾ ആണ് അല്ലെ, പ്രൈമറി ഫോളിക്കിൾ. പിന്നെന്താണ് ഇനി എന്താ നടക്കുന്നത്, പ്രൈമറി ഫോളിക്കിൾ വന്നു. ഓക്കെ, പ്രൈമറി ഫോളിക്കിൾ പിന്നെന്ത് ചെയ്യും, പിന്നെ അതങ്ങനെ ഇരിക്കോ, ഇല്ല, അത് സെക്കൻഡറി ഫോളിക്കിൾ ആവണം. അപ്പൊ എന്ത് ചേഞ്ചാ നടക്കുന്നത് നോക്കിയേ, പ്രൈമറി ഫോളിക്കിൾ ഇവിടെ വന്നു, പ്രൈമറി ഫോളിക്കിൾ അതിന് ചുറ്റും ഗ്രാനുലോസ സെൽസുകളുടെ ഒരു കോട്ടിങ് വന്നിട്ടുണ്ട്, ഗ്രാനുലോസ സെൽസുകൾ ഇങ്ങനെ വന്നു. ഓക്കെ, അപ്പൊ ഇതിനി എന്തായി മാറണം, സെക്കൻഡറി ഫോളിക്കിൾ ആയിട്ട് മാറണം. സെക്കൻഡറി ഫോളിക്കിൾ ആയിട്ട് എങ്ങനെയാ മാറുക, സെക്കൻഡറി ഫോളിക്കിൾ വേറെ ഒന്നുമില്ല, ഇപ്പോ ഈ ഒരു സ്ട്രക്ചറിൽ തന്നെ ഒരു ലെയർ ഓഫ് ഗ്രാനുലോസ സെൽസ് കൂടി ഫോം ചെയ്യും. ഓക്കെ, ഒരു ലെയർ ഓഫ് ഗ്രാനുലോസ സെൽസ് കൂടി ഫോം ചെയ്യും. പിന്നെ ഒരു സ്പെഷ്യാലിറ്റി എന്താണ്, ഗ്രാനുലോസ സെൽസിന്റെ മൾട്ടി ലെയർ ഉണ്ട്, പക്ഷെ എന്നാലും വേറൊരു എക്സ്ട്രാ സ്ട്രക്ചർ കൂടി വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ആസ് എന്താണ്, ഒരു തീക്ക ലെയർ ഫോം ചെയ്തിട്ടുണ്ട്, ഒരു തീക്ക ലെയർ. ഓക്കെ, തീക്ക ലെയർ കൂടി ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെന്ത് പറയും നമ്മൾ, ഇറ്റ് ഈസ് കോൾഡ് ആസ് എന്താണ്, സെക്കൻഡറി ഫോളിക്കിൾ. ഈ സെക്കൻഡറി ഫോളിക്കിൾ അങ്ങനെ ഇരിക്കോ, ഇല്ല, സെക്കൻഡറി ഫോളിക്കിൾ എന്തായി മാറും, ഇനി ടെർഷറി ഫോളിക്കിൾ ആവും. അപ്പൊ ടെർഷറി ഫോളിക്കിൾ ആയി കഴിയുമ്പോൾ അതിന്റെ സ്ട്രക്ചറിൽ എന്ത് വേരിയേഷനാ വരുന്നത്. ഓക്കെ, വേറെ ഒന്നുമില്ല, ഇത് ഇങ്ങനെ വരുമ്പോൾ ഇതേപോലെ തന്നെ ഇവിടെ ഊസൈറ്റ് ഫോം ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, പക്ഷെ ഇതിലൊരു വ്യത്യാസമുണ്ട്, ഈ ഒരു ഫോളിക്കിളിന് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫോളിക്കിൾ പ്രൈമറി ഊസൈറ്റ് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രോസ് ഇൻ സൈസിൽ വലുതായിട്ട് പ്രൈമറി ഊസൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, സെക്കൻഡറി ഊസൈറ്റ് ആയിട്ട് മാറുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ, ഈ പ്രൈമറി ഊസൈറ്റ് ഇവിടെ മിയോസിസ് 1 ഇനിഷ്യേറ്റ് ചെയ്ത് പ്രൊഫേസ് 1 അറസ്റ്റ് ആയി കിടക്കായിരുന്നല്ലോ. അപ്പൊ പ്രൈമറി ഊസൈറ്റിന് സെക്കൻഡറി ഊസൈറ്റ് ഉണ്ടാവണ്ടേ, അത് ഈ ടെർഷറി ഫോളിക്കിൾ ആവുമ്പോഴാണ് അത് ഉണ്ടാവുന്നത്. ദാറ്റ് ഇസ് പ്രൈമറി ഊസൈറ്റ്, ഈ ഫോളിക്കിളിനുള്ളിലിരിക്കുന്ന പ്രൈമറി ഊസൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അത് മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്തിട്ട് അത് എന്തായി മാറുന്നുണ്ട്, സെക്കൻഡറി ഊസൈറ്റ് ആയി മാറുന്നുണ്ട്. അപ്പൊ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നുണ്ടായിരുന്നു പ്രൈമറി ഊസൈറ്റ് ആയിരുന്നു ഈ ഫോളിക്കിളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. ടെർഷറി ഫോളിക്കിൾ ആകുമ്പോഴേക്കും ഇത് സെക്കൻഡറി ഊസൈറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡറി ഊസൈറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുന്നത്, ഇതിന് ചുറ്റും ഗ്രാനുലോസ സെൽസുകൾ ഉണ്ട്. പക്ഷെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കി നിങ്ങൾ ഈ പടം നോക്കി, ഇതിന്റെ ചുറ്റും ഗ്രാനുലോസ സെൽസുകൾ ഉണ്ട്, പക്ഷെ ഒരു ഫ്ലൂയിഡ് ഫീൽഡ് ക്യാവിറ്റി കാണുന്നുണ്ട്. പിന്നെ വേറൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, തീക്ക ലെയർ ഉണ്ട്, പക്ഷെ തീക്ക ഇന്റേണേ ഉണ്ടാവും, തീക്ക എക്സ്റ്റേണേ ഉണ്ടാവും. ഇതിപ്പോ തീക്ക ഇന്റേണേ ആണെന്ന് വെക്കും, അതിന് മുകളിലായിട്ട് ഒരു എക്സ്റ്റേണയും കൂടി ഉണ്ടാവും, തീക്ക എക്സ്റ്റേണ. ഇതാണ് അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി. അപ്പൊ ഒരു ഫ്ലൂയിഡ് ഫീൽഡ് ക്യാവിറ്റി കോൾഡ് ആൻഡ്രം ഉണ്ട്. പിന്നെ ഇതിലൊക്കെ എന്തായിരുന്നു, പ്രൈമറി ഊസൈറ്റുകളായിരുന്നു. ഇവിടെ എത്തിയപ്പോഴേക്കും ടെർഷറി ഫോളിക്കിളിൽ എത്തിയപ്പോഴേക്കും എന്തായി, ടെർഷറി ഫോളിക്കിൾ എത്തിയപ്പോഴേക്കും അതെന്തായി മാറിയിട്ടുണ്ട്, സെക്കൻഡറി ഊസൈറ്റ് ആയി. ദാറ്റ് ഇസ് പ്രൈമറി ഊസൈറ്റ് അതിന്റെ മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡറി ഊസൈറ്റ് ആയി മാറി. പിന്നെന്താ പറയുന്നത്, അത് കഴിഞ്ഞിട്ട് അതിന് തീക്ക എക്സ്റ്റേണ ഉണ്ട്, തീക്ക ഇന്റേണ ഉണ്ട്. തീക്ക എക്സ്റ്റേണ ഉണ്ട്, ഈ കാണുന്നത് തീക്ക എക്സ്റ്റേണ ലെയർ ആണ്. ഓക്കെ, തീക്ക എക്സ്റ്റേണ ഉണ്ട്. പിന്നെന്താണ്, ബ്ലാക്ക് കളറിൽ ഞാൻ കാണിച്ചത് തീക്ക ഇന്റേണ ഉണ്ട്. ഓക്കെ, തീക്ക ഇന്റേണ. അപ്പൊ ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ്. പിന്നെ ഒരു ഫ്ലൂയിഡ് ഫീൽഡ് ക്യാവിറ്റി കോൾഡ് ആൻഡ്രോം ഉണ്ട്. ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും, ഇറ്റ് ഇസ് കോൾഡ് ആസ് അതെന്താണ്, ഇറ്റ് ഇസ് കോൾഡ് ആസ് ടെർഷറി ഫോളിക്കിൾ. പിന്നെ ടെർഷറി ഫോളിക്കിൾ കഴിഞ്ഞാൽ അത് ഒന്നുകൂടി മെച്ചുവർ ആവും, ഇറ്റ് ഇസ് കോൾഡ് ആസ് ഗ്രാഫിയൻ ഫോളിക്കിൾ. ടെർഷറി ഫോളിക്കിൾ പിന്നീട് മെച്ചുവർ ആയി കഴിഞ്ഞാൽ അതിന് എന്ത് നമ്മൾ വിളിക്കും, ഇറ്റ് ഇസ് ഗ്രാഫിയൻ ഫോളിക്കിൾ. അതിന്റെ അറേഞ്ച്മെന്റ്സ് ഒന്നുകൂടി മാറി. ഓക്കെ, ഗ്രാഫിയൻ ഫോളിക്കിൾ. പിന്നെന്താണ്, ഈ സെക്കൻഡറി ഊസൈറ്റിന് ചുറ്റും ഒരു എന്ത് വരുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോ അതിന്റെ ഒരു സ്ട്രക്ചർ ആണെങ്കിൽ ഈ സെക്കൻഡറി ഊസൈറ്റിന് ചുറ്റും ഒരു മെംബ്രെയിൻ കോട്ട് വരുന്നുണ്ട്. അതിന് നമ്മൾ എന്ത് പറയും, സോണ പെലുസിഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെംബ്രെയിൻ കോട്ട് വരുന്നുണ്ട്, സോണ പെലുസിഡ. ഓക്കെ, പെലുസിഡ. പിന്നെ ഈ ഗ്രാനുലോസ സെൽസുകളെ പോലെ തന്നെയുള്ള സെൽസുകൾ, അതിന് ചുറ്റും കൊറോണ റേഡിയേറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതും വരുന്നുണ്ട്. ഓക്കെ, അതാണ് ഈ ഒരു ഭാഗത്ത് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ബാക്കി അതിന്റെ തീക്ക സ്ട്രക്ചേഴ്സ് ഒക്കെ അവിടെ വരുന്നുണ്ട്. അപ്പൊ ഇത് ഞാൻ എന്താ കാണിച്ചിരിക്കുന്നത്, സെക്കൻഡറി ഊസൈറ്റിന്റെ ഒരു ഡയഗ്രാം ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സെക്കൻഡറി ഊസൈറ്റ് എങ്ങനെ ഇരിക്കും കാണാൻ,
ഓക്കെ, എങ്ങനെ ഇരിക്കും കാണാനുള്ള ഒരു ഐഡിയ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ കണ്ടോ പുറത്തേക്ക് പോകുമ്പോൾ കണ്ടോ ഇതെന്താ വരുന്നത്, പുറത്തേക്ക് വരുമ്പോൾ സെക്കൻഡറി ഊസായിട്ട് പോകുമ്പോൾ അതിന് സോണ പെൽസിഡ ലെയർ അതിന് ചുറ്റുമുണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇത്. ഇപ്പൊ ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ ഓവുലേഷൻ സമയമാകുമ്പോൾ നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിൽ ഓവുലേഷൻ സമയമാവില്ലേ, ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ സെക്കൻഡറി ഊസൈറ്റ് ഫീമെയിൽ ഗമേറ്റിനെ പുറത്തേക്ക് റിലീസ് ചെയ്യാണ്. ഓക്കെ, അപ്പോഴത് മെച്ചുവർ ആയിട്ടില്ല. ഒന്ന് ആലോചിക്കുക, നിങ്ങൾ സ്പെർമാറ്റോജെൻസിസിൽ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്തായി മിയോസിസ് 1 നടന്ന് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ടുണ്ട്. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് മിയോസിസ് 2 നടന്ന് സ്പെർമാറ്റിഡ് ആയിട്ടുണ്ട് ഇല്ലേ. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് സ്പെർമാറ്റോസോവ ആയിട്ടാണ് അവർ ആ ടെസ്റ്റീസിൽ ലീവ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയാണോ? അല്ല, പ്രൈമറി ഊസൈറ്റ് അതിന് ചുറ്റും ഒരു ഫോളിക്കിളൊക്കെ ഡെവലപ്പ് ചെയ്തു പ്യൂബർട്ടിയുടെ സമയത്തൊക്കെ. പിന്നെന്താണ്, അതിന് ചുറ്റും വീണ്ടും ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്തു, സെക്കൻഡറി ഫോളിക്കിൾ എന്ന് പറയും. അതിന് ഒരു തീക്ക ലെയർ സ്ട്രക്ചർ ഉണ്ട്. പിന്നെ അതെന്തായി, ഇവിടെ പ്രൈമറി ഊസൈറ്റ് അതിന് മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്തിട്ട് സെക്കൻഡറി ഊസൈറ്റ് ആയി മാറി ടെർഷ്യറി ഫോളിക്കിൾ എത്തിയപ്പോ. പക്ഷെ എന്താണ് അത് ആ സെക്കൻഡറി ഊസൈറ്റ് മിയോസിസ് 2 അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, കംപ്ലീറ്റ് ചെയ്യാണ്ടാണ് അത് അവിടെ നിന്ന് പോകുന്നത്. മിയോസിസ് 2 എപ്പോഴാണ് അവർ കംപ്ലീറ്റ് ചെയ്യുക, നമ്മുടെ സ്പേമില്ലേ കഥയിലെ നായകൻ, അത് ആ ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ട് അതിന് ആ റാംബുലർ റീജിയനിൽ ഓവർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാറില്ലോ. അപ്പൊ ഈ സ്പേം വന്ന് ആ സോണ പെൽസിഡ ലെയറിലൊക്കെ ടച്ച് ചെയ്ത് കഴിയുമ്പോഴാണ് എന്ത് വരുന്നത്, ഇവിടെ സെക്കൻഡറി ഊസായിട്ട് അതിന്റെ മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഒരു ഓവം ഫോം ചെയ്യുന്നുണ്ട്. പിന്നെന്താ ഫോം ചെയ്യുന്നത്, പിന്നെന്താ ഒരു സെക്കൻഡ് പോളാർ ബോഡി ഫോം ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഈ ഒരു സ്ട്രക്ചറിൽ പഠിക്കും. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു ഔട്ടർ ലൈൻ കിട്ടിയില്ലേ ഇല്ലേ. പിന്നെ ഈ പൊട്ടിപ്പോയിട്ടുള്ള ഗ്രാഫിയൻ ഫോളിക്കിൾ ഇല്ലേ, അതെന്തായി മാറുന്നുണ്ട്, ഈ പൊട്ടിപ്പോയ ഗ്രാഫിയൻ ഫോളിക്കിൾ അതെന്തായി മാറുന്നുണ്ട്, അത് കോർപ്പസ് ലൂട്ടിയം ആയി മാറുന്നുണ്ട്. അത് മെൻസ്ട്രൽ സൈക്കിളൊക്കെ അതിന്റെ ഫംഗ്ഷൻ നിങ്ങൾ പഠിക്കും. ഓക്കെ, ഇത് കോർപ്പസ് ലൂട്ടിയം ആയി മാറുന്നുണ്ട്. ഇത് നമ്മൾ എന്താണ് പറഞ്ഞത്, ഇത് ടെർഷ്യറി ഫോളിക്കിൾ ആയിരുന്നു. ഓക്കെ, ടെർഷ്യറി ഫോളിക്കിൾ ഫ്ലൂയിഡ് സ്പിൽ സ്പേസ്ഡ് ആൻഡ്രം വരുന്നുണ്ട് ഇതിന്റെ ഉള്ളില്. പിന്നെ 2 തീക്ക ലെയർ ഉണ്ട്. ഇവിടെ ഒരു തീക്ക ലെയർ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ, ഒരു തീക്ക ലെയർ. ഇവിടെ തീക്ക എക്സ്റ്റേണ ഉണ്ട് ആൻഡ് തീക്ക ഇന്റേണ ഉണ്ട്. പിന്നെന്താണ്, ഇത് കുറച്ചുകൂടി മെച്ചുവർ ആയി നമ്മൾ എന്ത് പറയും, ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയും അല്ലെ. ഗ്രാഫിയൻ ഫോളിക്കിൾ മെച്ചുവർ ഫോളിക്കിൾ ആണ്. ഇനി അത് ഓവുലേഷൻ സമയത്ത് പൊട്ടിയിട്ട് പുറത്തേക്ക് അതിനെ സെക്കൻഡറി ഊസൈറ്റിനെ പുറത്തേക്ക് വിടാണ്. ഓവമായിട്ടാണോ വിടുന്നത്? അല്ലെ, സെക്കൻഡറി ഊസൈറ്റ് ഊട്ടിട്ട് നമ്മുടെ മെച്ചുവർ ഓവത്തിന് നമ്മൾ എന്ത് പറയും, ഊട്ടിട്ട് എന്നൊക്കെ പറയും. അത് നമ്മൾ പഠിക്കും. ഇത് സെക്കൻഡറി ഊസൈറ്റ് ആയിട്ടാണ് വിടുന്നത്. കാരണം എന്താ, മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അല്ലെ. ഓക്കെ, അപ്പൊ ബാക്കി പൊട്ടിയ ഫോളിക്കിൾ എന്തായി മാറിയിട്ടുണ്ട്, ഇറ്റ് ഇസ് കോർപ്പസ് ലൂട്ടിയം ആയി മാറിയിട്ടുണ്ട്. യെല്ലോ കളർ ഒക്കെ ആയിരിക്കും. പിന്നെ ഇത് ജസ്റ്റ് ബ്ലഡ് വെസൽസ് കാണിച്ചേക്കുന്നതാണ് ഈ ഉള്ളിലുള്ളത്. ഇനി നോക്കിയേ, ഇങ്ങോട്ട് ഫോളോ ചെയ്തേ, ഇങ്ങോട്ട് നോക്കിയേ. ഈ ഒരു ഭാഗത്ത് എന്താ പറയുന്നത്, ഈ ഒരു ഭാഗത്ത് സി ഉഗോണിയ നമ്മൾ എന്ത് പറഞ്ഞു, അതിന്റെ ഫീറ്റൽ ഇൻഫന്റ് സ്റ്റേജിൽ ഉഗോണിയന്റെ എണ്ണം കൂട്ടി മൈറ്റോസിസ് നടന്ന് അതിന്റെ എണ്ണം കൂട്ടി അതിന്റെ പ്രൈമറി ഊസൈറ്റ് ഫോം ചെയ്തു. മിയോസിസ് 1 അത് ഇനിഷ്യേറ്റ് ചെയ്തു. പക്ഷെ പ്രൊഫേസ് 1 വെച്ച് അത് അറസ്റ്റഡ് ആയിട്ട് കിടക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് എന്താണ്, ഇത് കഴിഞ്ഞിട്ട് അതിന്റെ ബർത്തും ചൈൽഡ്ഹുഡും പ്യൂബർട്ടിക്ക് ആകുമ്പോഴേക്കും ഒരു 60,000 to 80,000 പ്രൈമറി ഊസൈറ്റുകളെ ഓരോ ഓവറിലുള്ളൂ. ബാക്കിയൊക്കെ അത് പോയിട്ടുണ്ട്, നശിച്ചു പോയിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താ പറയുന്നത്, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറഞ്ഞത്, ഈ ടെർഷ്യറി ഫോളിക്കിൾ ആയ സമയത്ത് ആ മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്തിട്ട് പ്രൈമറി ഊസൈറ്റ് ഈ ഫോളിക്കിളിലുള്ള പ്രൈമറി ഊസൈറ്റുകൾ എന്തായി മാറിയിട്ടുണ്ട്, ടെർഷ്യറി ഫോളിക്കിൾ ആകുമ്പോഴേക്കും അതെന്തായിട്ടുണ്ട്, അത് സെക്കൻഡറി ഊസൈറ്റ് ആയി മാറിയിട്ടുണ്ട്. സെക്കൻഡറി ഊസൈറ്റ് അല്ലെ, സെക്കൻഡറി ഊസൈറ്റും. പിന്നെ ഈ ചെറുത് കാണുന്നില്ല, അതിനെന്ത് പറയും, ഫസ്റ്റ് പോളാർ ബോഡി. ഇതൊരു അൺഈക്വൽ ഡിവിഷൻ ആണ്. അൺഈക്വൽ ഡിവിഷൻ ആണ്. എന്തുകൊണ്ട് ഇത് അൺഈക്വൽ ഡിവിഷൻ എന്ന് പറയുന്നു, സൈസിൽ ഡിഫറൻസ് ഉണ്ട് അല്ലെ. നമ്മൾ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ് ഹാപ്ലോയിഡ് ആയിട്ടുള്ള 2 സെയിം സൈസിലുള്ള എന്തിനാണ് കൊണ്ടു വരുന്നത്, സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റുകളായിരുന്നു. ഇവിടെ അങ്ങനെയാണോ, ഒരെണ്ണം മാത്രമേ സെക്കൻഡറി ഊസൈറ്റുള്ളൂ. അത് എന്തുകൊണ്ടാണ്, മറ്റേത് മില്യൻസ് ഓഫ് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ പറയും. പക്ഷെ ഇവിടെ എന്താണ് ഉള്ളത്, ഇവിടെ ആകെ കൂടി എത്രയാ വരുന്നത്, എത്രയാ, ഒരു ഓവമാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതിന്റെ ഇടയിൽ ഇതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ഇപ്പോഴും അൺനോൺ ആയിട്ട് കിടക്കാണ്, ഈ പോളാർ ബോഡികൾ ഉണ്ടാവുന്നതിന്റെ. പിന്നെ നോക്കിയേ, ഈ സെക്കൻഡറി ഊസൈറ്റ് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, അത് നമ്മുടെ സ്പേം വന്ന് മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്തിട്ട് എന്തായി മാറുന്നുണ്ട്, മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്തിട്ട് സെക്കൻഡ് പോളാർ ബോഡി ആൻഡ് നമ്മുടെ ഊട്ടിഡ് ആയിട്ട് മാറുന്നുണ്ട് അല്ലെ. അതിനെ മെച്ചുവർ ഓവം എന്നൊക്കെ വിളിക്കും നമ്മൾ അല്ലെ. മെച്ചുവർ ആയിട്ടുള്ള ഓവം ഊട്ടിഡ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ജനസിന്റെ ഇവന്റ് പറയുമ്പോൾ നമ്മൾ മൊത്തം പറയണം അല്ലെ. പക്ഷെ ഓവറിന്റെ ഉള്ളിൽ അത് സെക്കൻഡറി ഊസൈറ്റ് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. അത് കംപ്ലീറ്റ് ചെയ്യുന്ന മിയോസിസ് 2 എപ്പോഴാണ്, സ്പേം വന്ന് മീറ്റ് ചെയ്യുന്നതിന് ശേഷമാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഊജനസിസിൽ നമുക്ക് പഠിക്കാൻ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചെറിയ പാരഗ്രാഫ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും, ഇറ്റ് ഈസ് ഊജനസിസ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെന്താണ്, പിന്നെ ആ സോണ പെൽസിന്റെ ഫോം ചെയ്യുന്നു, ഓവുലേഷൻ സമയത്ത് ഇത് പൊട്ടി പോകുന്നു,
അത് കഴിഞ്ഞാൽ ഈ ഒരു ഡയഗ്രാം. അപ്പൊ ഈ ഒരു ഡയഗ്രത്തിൽ ഇനി എന്താ നോക്കാനുള്ളത്? നിങ്ങൾക്ക് എന്താ നോക്കാനുള്ളത്? ഇനി നമ്മള് ഹാപ്ലോയിഡ് ആണ് ഡിപ്ലോയിഡ് ആണ്, ഏതൊക്കെയാ സ്റ്റേജുകൾ ഹാപ്ലോയിഡ്, അതിന്റെ ഏതൊക്കെയാണ് ഈക്വൽ ഡിവിഷൻ അൺഈക്വൽ ഡിവിഷൻ, അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. ഉഗോണിയ എന്ന് പറയുമ്പോൾ അതെന്താണ്? അവിടുത്തെ മദർ സെൽസുകളാണ് അല്ലെ. അത് മൈറ്റോസ് നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക് അത് ഡിപ്ലോയിഡ് ആണ്, 46 ക്രോമസോംസ് ആണ്. പിന്നെന്താണ്? പ്രൈമറി യൂസൈറ്റ് എന്ന് പറയുന്നത് മിയോസിസ് സ്റ്റാർട്ട് ചെയ്യാൻ കൂടുതലുള്ളൂ, മിയോസിസ് അപ്പൊ 1. അപ്പൊ അതിന് മുമ്പ് അപ്പൊ അത് എന്ത് സ്റ്റേജിലായിരിക്കും? ഡിപ്ലോയിഡ് സ്റ്റേജ് ആണ് അല്ലെ. പിന്നെ അങ്ങോട്ട് താഴോട്ടുള്ളതെല്ലാം എന്തായിരിക്കും? ഹാപ്ലോയിഡ് സ്റ്റേജിലായിരിക്കും. ഓക്കെ, നമുക്കപ്പോ ഈ ഫസ്റ്റ് പോളാർ സെക്കൻഡ് പോളാറിന്റെ ഫംഗ്ഷൻ ഒന്നും പ്രത്യേകിച്ച് ടെക്സ്റ്റിൽ പറയുന്നില്ല. ഇറ്റ് ഇസ് അൺനോൺ എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഡീജനറേറ്റ് ആവാം, ചിലപ്പോൾ എന്താ അവരുടെ ഫംഗ്ഷൻ അറിയില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയുന്നുണ്ട്, ഈ സെക്കൻഡറി യൂസായിട്ട് ഫോം ചെയ്തപ്പോൾ നോക്കി അതിന്റെ സൈസ് കൂടുതലല്ലേ, അൺഈക്വൽ ഡിവിഷൻ അല്ലേ, അത് എന്തിനായിരിക്കും എന്ന് പറയുന്നത്. കാരണം ഈ ഡിവിഷനിൽ ഈ പ്രൈമറി യൂസൈറ്റിന്റെ മേജർ സൈറ്റോപ്ലാസം ഇവര് റിസീവ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. അത് എന്തിനായിരിക്കും? വേറെ ഒന്നുമില്ല, ഇതായിരിക്കുമല്ലോ പിന്നീട് ഡെവലപ്പ് ചെയ്ത് ഓവം ഒക്കെ ആയിട്ട് മാറുന്നത്. അപ്പം ഈ ഡീജനറേറ്റ് ആവാൻ ചാൻസ് ഉള്ള മറ്റേ പോളാർ ബോഡി ഡീജനറേറ്റ് ആവുന്നൊക്കെ ഒരു അസിമുലേഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ അതങ്ങനെ പോകാനാണെങ്കിൽ അതിനെ വെറുതെ ഞാൻ സൈറ്റോപ്ലാസം ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള സൈറ്റോപ്ലാസം കൊടുക്കണേ എന്നുള്ളൊരു പ്രീ പ്ലാൻ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ടാവും. അപ്പൊ എന്താ, ഈ സ്പേം ഒക്കെ വന്ന് മീറ്റ് ചെയ്യുന്ന സമയത്ത് സൈറ്റോട്ടൊക്കെ ഫോം ചെയ്യുമ്പോൾ അതിന് വളർന്ന് ഫീറ്റസ് ആയിട്ട് നമ്മുടെ യൂട്രസിലൊക്കെ ഇംപ്ലാന്റ് ചെയ്ത് കഴിയുമ്പോഴല്ലേ ന്യൂട്രിയൻ സപ്ലൈ കൊടുക്കാൻ ക്ലാസിന്റെ ഒക്കെ വരുന്നത്. അതിന് തൊട്ട് മുമ്പ് ഈ ന്യൂട്രിയൻ സപ്ലൈ ഒക്കെ കൂടുതൽ വേണ്ടേ, ഈ മെറ്റാബോളിസം ഫങ്ഷൻസ് ഒക്കെ നടത്താനായിട്ട്. ഈ സൈഗോട്ടിന് ഇനി ഡിവിഷൻ നടക്കണം, കുറെ കാര്യങ്ങളൊക്കെ നടക്കണം. അപ്പൊ ആ സമയത്ത് അതിന് ഒരു ന്യൂട്രിയൻ റിച്ച് സൈറ്റോപ്ലാസം ഉള്ളത് നല്ലതല്ലേ. അപ്പൊ അത് ഈ ചെറുതിന് കൊടുത്തിട്ട് വലിയ കാര്യമില്ല എന്നുള്ളൊരു പ്രീ പ്ലാനിങ് ഒക്കെ ആയിരിക്കും അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ ഇത്രയാണ് സമ്മപ്പ് ചെയ്യാനുള്ളത്. നമുക്ക് ഞാൻ ജസ്റ്റ് വൺസ് ഒന്നും കൂടി റീക്യാപ്പ് ചെയ്യാം. ദാറ്റ് ഈസ് oogenesis എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർമേഷൻ ഓഫ് ദ ഫീമെയിൽ ഗമേറ്റ്, ഓവം. ഓക്കെ, അപ്പൊ ഊഗോണിയ മൈറ്റോസിസ് നടന്നത് ഫീറ്റൽ ലൈഫിലാണ്. നോ മോർ ഊഗോണിയ ഇസ് ആഡഡ് ഓർ ഫോംഡ് ആഫ്റ്റർ ദ ബർത്ത്. ഓക്കെ, അതിന്റെ പ്രൈമറി യൂസൈറ്റ് ആയി മാറി. ഈ പ്രൈമറി യൂസൈറ്റ് എന്തായി? ഈ പ്രൈമറി യൂസൈറ്റ് മിയോസിസ് 1 ഇനിഷ്യേറ്റ് ചെയ്തു, പ്രൊഫേസ് 1 അറസ്റ്റഡ് ആയി. ഇത് കഴിഞ്ഞ ബർത്തും ചൈൽഡ്ഹുഡും പ്യൂബർട്ടിയൊക്കെ ആകുമ്പോഴേക്കും ഈ പ്രൈമറി യൂസൈറ്റിന് ചുറ്റും പ്രൈമറി ഫോളിക്കുകൾ വരുന്നുണ്ട് അല്ലെ. പ്രൈമറി ഫോളിക്കുകൾ വരുന്നുണ്ട്, ഗ്രാനുലോസസ് സെൽസ് ലെയർ വരുന്നുണ്ട്. പക്ഷെ എന്താ പറയുന്നത്, 60,000 to 80,000 ബാക്കിയുള്ളൂ, ബാക്കിയൊക്കെ ഡീജനറേറ്റഡ് ആയിട്ട് പോയി. ഓക്കെ, അപ്പൊ ഓരോ ഓവറിയിലും ബാക്കിയുള്ളത്. പിന്നെന്താ, 2 ഓവറിൽ ഈ പ്രോസസ് നടക്കുന്നുണ്ടല്ലോ ഇല്ലേ, oogenesis. പിന്നെന്താണ്, ഇത് കഴിഞ്ഞ് ഇത് അതിന് ചുറ്റും വീണ്ടും ഒരു ഗ്രാനുലോസസ് സെൽ ലെയർ വരും. അതിനെ നമ്മള് പിന്നെ ഒരു തീക്ക ലെയറും കൂടി വരും. അപ്പൊ അതിനെന്ത് പറയും? സെക്കൻഡറി ഫോളിക്കിൾ എന്നുള്ള പേര് കൊടുത്തു. ഇത് കഴിഞ്ഞിട്ട് എന്തായി മാറും? ഇത് പ്രൈമറി യൂസൈറ്റ് മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്തിട്ട് സെക്കൻഡറി യൂസൈറ്റ് ആയിട്ട് മാറും. അപ്പൊ ടെർഷ്യറി ഫോളിക്കിളിൽ ഏത് യൂസൈറ്റ് ആണ് ഇരിക്കുന്നത്? സെക്കൻഡറി യൂസൈറ്റ്. ഓക്കെ, സെക്കൻഡറി യൂസൈറ്റ് ഇരിക്കുന്നുണ്ട്. അപ്പം സെക്കൻഡറി യൂസൈറ്റ് പിന്നെ എന്താവും? അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം ഈ ടെർഷ്യറി ഫോളിക്കിളിൽ എന്തുണ്ട്? ഗ്രാനുലോസർ ലെയർ ഉണ്ട്, ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി കോൺ ആൻഡ്രം ഉണ്ട്, പിന്നെ തീക്ക ഇന്റേണൽ തീക്ക എക്സ്റ്റേണൽ ഉണ്ടാവും. ഓക്കെ, പിന്നെ അത് ടെർഷ്യറി ഫോളിക്കിൾ ഒന്നുകൂടി മെച്യൂർ ആയിട്ടുള്ള ഗ്രാഫിൻ ഫോളിക്കിൾ ആയി മാറും. അപ്പൊ കുറച്ച് അറേഞ്ച്മെന്റ്സ് ഉള്ള കയ്യിൽ വരുന്നുണ്ട്, നിങ്ങൾക്ക് അത്രയും ഡെപ്തിൽ പഠിക്കാനില്ല. ഇത് കഴിഞ്ഞ ഓവുലേഷൻ സമയത്ത് ഗ്രാഫിൻ ഫോളിക്കിൾ പൊട്ടി സെക്കൻഡറി യൂസൈറ്റ് പുറത്തേക്ക് വിടുന്നുണ്ട്. പക്ഷെ എന്താണ് അതിനൊരു സ്പെഷ്യാലിറ്റി? ഈ സെക്കൻഡറി യൂസൈറ്റ് ചുറ്റുമായിട്ട് ഒരു മെംബ്രെയിൻ ഉണ്ട്. ആ മെംബ്രെയിൻ അസെല്ലുലാർ ആണ്, സോണ പെൽസിഡ അസെല്ലുലാർ ആണ്. കാരണം ഗ്രാനുലോസർ സെൽസ് എന്ന് പറയുന്നത് എന്താണ്? സെല്ലുകൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഈ മെംബ്രെയിൻ എന്ന് പറയുന്നത് അസെല്ലുലാർ ആണ്. നിങ്ങളുടെ MCQ പോയിന്റിന് ആലോചിച്ച് വെക്കണം. പിന്നെ ആ പൊട്ടിയ ഗ്രാഫിൻ ഫോളിക്കിൾ പിന്നീട് എന്ത് സ്ട്രക്ചറായി മാറുന്നുണ്ട്? കോർപ്പസ് ലൂട്ടിയമായി മാറുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പിന്നെ പ്രൈമറി യൂസൈറ്റ് അൺഈക്വൽ ഡിവിഷൻ ആണ് നടത്തുന്നത്. ഇവിടെ നിന്ന് താഴോട്ടൊക്കെ എന്താണ്? ഹാപ്ലോയിഡ് സ്റ്റേജ് ആണ്. അപ്പൊ ഫസ്റ്റ് പോളാർ ബോഡി ഫോം ചെയ്യുന്നുണ്ട്, സെക്കൻഡറി യൂസൈറ്റ് വന്നു, സെക്കൻഡറി യൂസൈറ്റ് ഓവുലേഷൻ സമയത്ത് പുറത്തേക്ക് പോകുന്നു. പിന്നെ സ്പേം മീറ്റ് ചെയ്യുന്ന സമയത്താണ് എന്ത്? മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ആ സ്പേം സോണബേസൽ ലെയർ ഒക്കെ കയറില്ലേ, അപ്പോഴേക്കും അതിനുള്ളിൽ അവർ വേഗം റെഡി ആയിട്ട് ഊട്ടിട്ട് ഫോം ചെയ്ത് വെച്ചിട്ടുണ്ടാവും, മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ മെച്യൂർ ആയിട്ടുള്ള ഓവം ഉണ്ടാവും. അതിന്റെ ഒപ്പം തന്നെ സെക്കൻഡ് പോളാർ ബോഡി ഉണ്ടാവുന്നുണ്ട്. ഈ രണ്ടെണ്ണത്തിന് ഫംഗ്ഷൻ അൺനോൺ ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങളുടെ oogenesis. അപ്പൊ കീപ് വാച്ചിങ്. നമ്മളിപ്പോ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു, പിന്നെ മെയിൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം കഴിഞ്ഞു, ഫീമെയിൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം കഴിഞ്ഞു, ഗെമിറ്റോജെനസിസ് ദാറ്റ് ഈസ് സ്പെർമാറ്റോജെനസിസും കഴിഞ്ഞു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ. ഇന്ന് oogenesis കംപ്ലീറ്റ് ചെയ്തേക്കാണ്. സോ ഇനി നമ്മൾ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞ ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. സോ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ.